പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ട പ്രധാനപ്പെട്ട എ പാർട്ട് ക്വസ്റ്റ്യനുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് നിരന്തരമായി PSC പരീക്ഷയ്ക്കും UPSC പരീക്ഷയ്ക്കും ക്ലാറ്റ് ക്ലീ പോലെയുള്ള എക്സാമിനേഷനും സ്ഥിരമായി ചോദിക്കുന്ന പോക്സോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ എ പാർട്ട് ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിവിടെ പറയുക. വളരെ വേഗത്തിലേക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം പോക്സോ എന്ന് പറയുന്ന നിയമത്തിന്റെ പൂർണ്ണ രൂപം എന്താണ്? പോക്സോ എന്ന് പറയുന്ന നിയമത്തിന്റെ പൂർണ്ണ രൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്നാണ് പോക്സോ നിയമത്തിന്റെ പൂർണ്ണ രൂപം. ഇത് പാസാക്കിയത് 2012 ജൂൺ 19 തീയതിയാണ്. 2012 ജൂൺ 19 ഈ നിയമം നിലവിൽ വന്നത്. ഈ നിയമം രാഷ്ട്രപതി ഒപ്പിട്ടത് എന്നായിരുന്നു. രാഷ്ട്രപതി ഒപ്പിട്ട് ഇത് നിലവിൽ വന്ന എന്നായിരുന്നു. 2012 നവംബർ 14 ഒരു ദിനത്തിലാണ് ഈ നിയമം നിലവിൽ വന്നത്. ശിശുദിനത്തിൽ നിലവിൽ വന്ന നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോക്സോയാണ്. 2012 നവംബർ 14 മറ്റൊരു ചോദ്യം, ഈ പോക്സോ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതിയുടെ പേരെന്താണ്? പോക്സോ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതിയുടെ പേര് പ്രതിഭ പാട്ടീൽ എന്നാണ്. പ്രതിഭ പാട്ടീലാണ് പോക്സോ നിയമത്തിൽ ഒപ്പിട്ട രാഷ്ട്രപതി. 2019 അതായത് പോക്സോ നിയമം ഭേദഗതി ചെയ്തത് എന്ന്, അല്ലെങ്കിൽ പോക്സോ ആക്ട് എന്നാണ് ആദ്യമായി ഭേദഗതി ചെയ്തത്? 2019 ഭേദഗതി ചെയ്തത്. ഈ ഭേദഗതി നിയമം, അതായത് ഭേദഗതി നിയമത്തിന്റെ പേര് തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് അമെൻമെന്റ് ആക്ട് എന്നാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് അമെൻമെന്റ് ആക്ട് എന്നാണ്. അത് 2019 ഈ നിയമം രാജ്യസഭയിൽ, പാർലമെന്റിലെ രാജ്യസഭയിൽ ആദ്യമായി അവതരിപ്പിച്ച ആളിന്റെ പേര് സ്മൃതി ഇറാനി. അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന സ്മൃതി ഇറാനിയാണ് പോക്സോ നിയമത്തിന്റെ അമെൻമെന്റ് ആക്ട് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. പോക്സോ നിയമത്തിന്റെ ഭേദഗതി നിയമം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് അമെൻമെന്റ് ആക്ട് ഒപ്പിട്ട രാഷ്ട്രപതിയുടെ പേര് രാംനാഥ് കോവിന്ദ് ആണ്. ഇത് ഒപ്പിട്ട് പോക്സോ നിയമത്തിന്റെ അമെൻമെന്റ് ആക്ടിൽ ഒപ്പിട്ട്, തിരിഞ്ഞു പോകരുത്, ആദ്യത്തെ പോക്സോ നിയമത്തിൽ ഒപ്പിട്ടത് പ്രതിഭ പാട്ടീൽ ആയിരുന്നെങ്കിൽ പോക്സോ നിയമത്തിന്റെ ഭേദഗതി നിയമത്തിൽ ഒപ്പിട്ടത് രാംനാഥ് കോവിന്ദ് ആയിരുന്നു. ഇനി ഇതിന് പോക്സോ നിയമത്തിന് എത്ര ചാപ്റ്ററുകളാണുള്ളത്? പോക്സോ നിയമത്തിന് 9 ചാപ്റ്ററുകളാണുള്ളത്. പോക്സോ നിയമത്തിന് 46 സെക്ഷനുകളാണുള്ളത്. അപ്പോ 9 ചാപ്റ്ററുകളിലായി 46 സെക്ഷനിലാണ് പോക്സോ നിയമം ഉള്ളത്. ഈ നിയമത്തിൽ ചൈൽഡ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ വരുന്ന കുട്ടിയുടെ പ്രായ പരിധി എത്രയാണ്? എത്ര വയസ്സ് വരെയുള്ളവരെയാണ് ചൈൽഡ് എന്ന് പോക്സോ നിയമത്തിൽ പറയുന്നത്? 18 വയസ്സ് വരെയുള്ളവരെയാണ്. ഇനി ഇതിനകത്തെ കുട്ടി എന്ന് പറഞ്ഞാൽ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന ചോദ്യത്തിന് പോക്സോ നിയമത്തിൽ എന്താണ്? ജെൻഡർ ന്യൂട്രൽ ആണ്. ആണും പെണ്ണും രണ്ടുപേരെയും 18 വയസ്സ് തികയുന്ന വരെ ഈ പോക്സോ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തും. മറ്റൊന്ന്, പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരു പരാതി നൽകണമെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1091. പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1098 ഈ ടോൾ ഫ്രീ നമ്പർ. ഇനി എത്ര ദിവസത്തിനുള്ളിലാണ് ഈ നിയമപ്രകാരം അന്വേഷണം പൂർത്തിയാക്കേണ്ടത്? 30 ദിവസത്തിനുള്ളിലാണ് അന്വേഷണം പൂർത്തിയാക്കേണ്ടത്. പോക്സോ നിയമത്തിലെ ഒരു കുറ്റ ആരോപണം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട പരമാവധി ദിവസം 30 ദിവസമാണ്. അതേപോലെ തന്നെ ഇത് ഒരു പീഡനമുണ്ടായ കുട്ടിക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ എത്ര കാലത്തിനുള്ളിലാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു പരാതി കൊടുക്കാനുള്ള കാലാവധിക്ക് പരിധിയില്ല. എത്ര കാലം കഴിഞ്ഞു വേണമെങ്കിലും ഈ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. ഇനി പോക്സോ കോടതികൾ എന്ന് പറയുന്നത് ഈ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട കുറ്റാരോപണങ്ങളെ അന്വേഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കോടതികളാണ്. അപ്പോൾ പോക്സോ നിയമപ്രകാരം ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾക്ക് വിചാരണ ചെയ്യുന്ന കോടതിയുടെ പേര് പോക്സോ കോർട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്നാണ്. ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് കാരണം 1 വർഷത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കണം, ഇതിന്റെ ട്രയൽ പൂർത്തിയാക്കണം. അപ്പോ പോക്സോ കോർട്ടെന്നോ ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകളെന്നോ ആണ് ഇതിനറിയപ്പെടുന്നത്. ഇതിലെ ജഡ്ജി ഏത് റാങ്കിലുള്ള ആളായിരിക്കും?
അതായത് പോക്സോ കോടതിയുടെ ജഡ്ജി ഏത് റാങ്കിലുള്ള ആളായിരിക്കും? ഉത്തരം അതൊരു ഡിസ്ട്രിക്ട് ജഡ്ജിന് സമാനമായ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഈ പോക്സോ കോടതിയുടെ ജഡ്ജി. ഇനി ഇതിനകത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ കരിക്കുലം കമ്മിറ്റി സോഷ്യൽ സയൻസിന്റെ പുസ്തകത്തിൽ പോക്സോ പഠന വിധേയമാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഒരു പാഠ്യപദ്ധതി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോഷ്യൽ സയൻസിൽ പോക്സോ നിയമം അതിന്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏത് വർഷം മുതൽ? അപ്പോ സോഷ്യൽ സയൻസിൽ കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ പോക്സോ ഉൾപ്പെടുത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2024-25 അക്കാഡമിക് വർഷം മുതലാണ് സോഷ്യൽ സയൻസിൽ പോക്സോ നിയമം പഠിക്കുവാൻ വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് പോക്സോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ഈ പോക്സോ നിയമത്തിന്റെ അമെന്റ്മെന്റ് ആക്ടിൽ വന്നു 4(3) ആണ്. 4 സബ് ക്ലോസ് 3 ആണ്. സെക്ഷൻ 4 സബ് ക്ലോസ് 3 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതായത് ഈ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് വിചാരണ പൂർത്തിയാകുമ്പോൾ പ്രതിക്ക് ശിക്ഷ വിധിക്കുന്നതോടൊപ്പം തന്നെ അയാളുടെ നിന്ന് ഫൈൻ ഈടാക്കണമെന്നും ആ ഫൈൻ കുട്ടിയുടെ മാനസിക ശാരീരിക ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആ പണം ഉപയോഗിക്കണം എന്നുമാണ്. അതായത് ഹോസ്പിറ്റൽ ചെലവിനുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രതിയിൽ നിന്നും ഫൈൻ ഈടാക്കാൻ വേണ്ടിയുള്ള സെക്ഷനാണ് സെക്ഷൻ 4(3). ഇതാണ് നിരന്തരമായി പോക്സോ നിയമത്തിൽ നിന്ന് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. താങ്ക് യു.